نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നാളെ നമ്മുടെ രാജ്യം അതിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. എല്ലാ തയ്യാറെടുപ്പുകളോടെയും ഇന്ത്യയിലെ വ്യത്യസ്ത മതാനുയായികൾ, മതേതരരായ ആളുകൾ, വർണ്ണവും ജാതിയും ഭാഷയുമൊക്കെ വ്യത്യസ്തരായെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സന്തോഷകരമായ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും. പക്ഷേ സ്വാതന്ത്ര്യം നേടിയിട്ട് 80 ആണ്ടുകൾ കഴിഞ്ഞിട്ട്, 8 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്നത്തെ സാമൂഹികാവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവുമധികം മുസ്ലിം സമൂഹം പ്രയാസമനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സൊസൈറ്റിയെ സംബന്ധിച്ച്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച്
വലിയ പ്രയാസങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും മുസ്ലിമായ മനുഷ്യൻ വിശേഷിച്ച് എന്തെങ്കിലും ദീനിയായ ജീവിതം മുറുകെ പിടിക്കുകയും ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഷിആറുകൾ, ആസാറുകൾ അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ മനുഷ്യന്മാർ അവനെ സംശയത്തോടെ നോക്കുകയും തൻ്റെ ദേശസ്നേഹവും രാജ്യക്കൂറുമൊക്കെ അവൻ അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സാമൂഹിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്രയും തീക്ഷ്ണമായ പരീക്ഷണപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്ത് നടന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾ ചില പ്രദേശങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് ഈ ഉമ്മത്ത്, ഇന്ത്യയിലെ ഈ ഉമ്മത്ത് ഒരുപോലെ തങ്ങളുടെ പൗരത്വത്തിന് വരെ ഭീഷണി നേരിടുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനു മുമ്പ് ഒരു കാലത്തും മുസ്ലിമീങ്ങൾക്ക് പൗരത്വം ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് ചർച്ച തന്നെ നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഏതൊക്കെ മുസ്ലിമീങ്ങൾക്കാണ് ഈ രാജ്യത്ത് ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഏതൊക്കെ മുസ്ലിമീങ്ങൾക്കാണ് പൗരത്വം ഉണ്ടാകേണ്ടത്, ആർക്കൊക്കെയാണ് പൗരത്വം ഇല്ലാതാക്കേണ്ടത് എന്ന് ഭരണകൂടം തന്നെ നേർക്കുനേരെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് മുസ്ലിങ്ങൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥിതിവിശേഷം മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈ രാജ്യത്തിന് മുസ്ലിമീങ്ങളെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഉമ്മത്ത് മാറി നിന്നിട്ടുണ്ടോ? ഈ രാജ്യത്തോട് കൂറില്ലാത്ത, ഈ ദേശത്തോട് സ്നേഹമില്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥിതിവിശേഷത്തിന് ഈ സമൂഹം എപ്പോഴെങ്കിലും അതിന് വിധേയമായിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാം സംസാരിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. നമുക്ക് മുസ്ലിം സൊസൈറ്റിയെ സംബന്ധിച്ച് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, മുസ്ലിം സൊസൈറ്റി ഇങ്ങനെ താഴേക്കിടയിലേക്ക് പോകാനുള്ള കാരണം, ഇന്ത്യയിൽ മുസ്ലിം സൊസൈറ്റി വളരെ താഴേക്ക് പോയിട്ടുള്ള സമൂഹമാണ്. സാമ്പത്തികമായി വിശേഷിച്ചും കേരളത്തിലെ കുറച്ച് സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളെ വെച്ചിട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നമ്മൾ അളക്കാൻ നിൽക്കരുത്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഒരു പക്ഷെ ദളിതനേക്കാൾ താഴേക്ക് പോയ, പിന്നോക്കത്തേക്ക് മാറിപ്പോയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, ഒരു ഉമ്മത്താണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എല്ലാ ചരിത്രകാരന്മാരും സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ത്യയിലേക്ക് വിവിധ ഘട്ടങ്ങളിൽ കടന്നു വന്ന വൈദേശികമായ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ തങ്ങളുടെ സ്വത്തും സമ്പാദ്യവും മുഴുവൻ ഈ സമുദായം ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് അവർ പാപ്പരായിപ്പോയത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് കൊടുത്തിട്ടാണ്, മുസ്ലിങ്ങൾ അവരുടെ സമ്പാദ്യം വിറ്റിട്ടാണ് ഈ രാജ്യത്തെ വൈദേശികമായ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ മുസ്ലിം സൊസൈറ്റി വന്നത്. കേവലം ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലേക്ക് ഓരോ കാലഘട്ടത്തിലും വന്ന വൈദേശിക ശക്തികളുണ്ട്. പോർച്ചുഗീസുകാരെ പോലെ, പറങ്കികളെ പോലെ ഇവിടേക്ക് കടന്നു വന്ന, സാമൂതിരിയുടെ കാലത്ത് ഇവിടേക്ക് കടന്നു വന്ന അവരെ പ്രതിരോധിക്കാൻ മുസ്ലിങ്ങളുടെ നാവികസേനയായിരുന്നു അതിനു മുമ്പന്തിയിലുണ്ടായിരുന്നത്. ചരിത്രത്തിൽ നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജനസംഖ്യാനുപാതികമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യ സമര സേനാനികളെ സമ്മാനിച്ചത് ഈ ഉമ്മത്താണ്. ഈ ഉമ്മത്താണ്. എണ്ണം ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കൂടുതലുണ്ടാകാം, പക്ഷേ ജനസംഖ്യാനുപാതികമായി ഹൈന്ദവ സമൂഹത്തെക്കാൾ കൂടുതലാണ് ഈ ചെറിയ സൊസൈറ്റിയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മഹാത്മാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരുകൾ വെട്ടി രാജ്യദ്രോഹികളാക്കാൻ മാറ്റാൻ പരിശ്രമിച്ചിട്ടും തൂത്ത് കളഞ്ഞിട്ടും തീർക്കാൻ പറ്റാത്തത്ര വിധത്തിൽ ചരിത്രത്തിൽ ഇന്ത്യൻ മുസ്ലിം നേതാക്കളുടെ പേര് അങ്ങനെ പാരാവാരം കണക്കെ നിറഞ്ഞു കിടക്കാണ്. മുസ്ലിം സൊസൈറ്റി സംഭാവന ചെയ്തവരാണ്. ഇന്ത്യയിലെ മുസ്ലിം സൊസൈറ്റി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന സമയങ്ങളിൽ ജീവൻ ത്യജിച്ചവരാണ്, സ്വത്ത് കൊടുത്തവരാണ്,
സമ്പാദ്യം കൊടുത്തവരാണ്. ഈ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് അതിശക്തമായി മുന്നോട്ട് വന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത്. പക്ഷേ ഇന്ന് ഈ രാജ്യത്തെ പൗരാവകാശം ലഭിക്കേണ്ടുന്ന വിഷയത്തിൽ ആരെയാണ് തുലാസിൽ തൂക്കുന്നത്? മുസ്ലിമീങ്ങളെയാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വിദേശികളാണ് എന്ന് തോന്നുന്ന, ഇവിടത്തെ ജീവിതവാസമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് അത്തരം ആളുകളുണ്ട്. രേഖകളില്ലാത്ത ആളുകളുണ്ട്. അത് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും എല്ലാ മതക്കാരിലുണ്ട്. താൻ ഈ രാജ്യത്തെ പൗരനാണ് എന്ന് തെളിയിക്കാൻ ഭൂമിയില്ലാത്ത മനുഷ്യന്മാർ, ആധാരമില്ലാത്ത മനുഷ്യന്മാർ, എന്തിന് ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാത്ത മനുഷ്യന്മാർ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവരുടെ തലമുറകളും കാലങ്ങളായി ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പൗരന്മാരാണ്. പക്ഷേ രേഖ ചോദിച്ചിട്ട് ആ രേഖ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പൗരത്വം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു സമൂഹം മുസ്ലിം സൊസൈറ്റിയാണ് എന്ന് ഒരു ഭരണകൂടം നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. പച്ചയായ അനീതി. ഈ രാജ്യത്ത് ജീവിക്കുന്ന പാരമ്പര്യമായി പ്രപിതാക്കന്മാരായി ഈ രാജ്യത്ത് ജീവിക്കുകയും ഇവിടത്തെ പൗരനാണ് എന്ന് തെളിയിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഇല്ലാതെ പോവുകയും ചെയ്ത മനുഷ്യന്മാരിൽ നിന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും പാഴ്സിയെയും ബുദ്ധനെയും ജൈനനെയും അതുപോലെ തന്നെ മുസ്ലിമിനെയും എടുത്താൽ ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കും, മുസ്ലിമിന് കൊടുക്കൂല എന്ന അതിശക്തമായ പച്ചയായ അനീതി നിയമ സംവിധാനങ്ങളോടെ നടപ്പാക്കുകയാണ് ഈ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്. ലോകത്ത് ഇത്രയും അനീതി, ഇത്രയും പച്ചയായ നാണം കെട്ട അനീതി ലോകത്തൊരു ഭരണകൂടം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം സൊസൈറ്റിനെ സംബന്ധിച്ച് ഇത് പരീക്ഷണമാണ് എന്നവർ വിചാരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ പോസിറ്റീവായി പ്രതിരോധിക്കുകയാണ് ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, നെഗറ്റീവായിട്ടല്ല. ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിന്റെ സുസ്ഥിതിക്കും സമാധാനത്തിനും സ്വൈര ജീവിതത്തിനും വിഘ്നം വരുത്തുന്ന ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോയിക്കൂടാ. എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് മുസ്ലിമീങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്നത്? അവരിൽ നിന്ന് ഭീകരവാദികൾ ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണ്. അവരിൽ നിന്ന് സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ ഉണ്ടാക്കണം. അതാണ് അതിന്റെ ലക്ഷ്യം. അതിന്റെ ലക്ഷ്യം അതാണ്. മുസ്ലിം എന്നത് ഒരു രോഗമാണ്. മുസ്ലിം എന്നത് ഒരു ഫോബിയയാണ്. ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ആളുകൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുകയും അറക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. അവിടെ നമ്മൾ ശത്രുവിന്റെ പ്ലാനിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് നമ്മൾ മാറേണ്ടത്, നമ്മൾ പോരാടണം. ആ പോരാട്ടം നടക്കേണ്ടത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ ബഹുസ്വരതയോട് ചേർന്ന് നിന്നിട്ട് പോരാടണം. ബഹുസ്വരതയോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് നമ്മളെ പിഴുതു മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അനീതിയാണ്, ഇതൊക്കെ അക്രമമാണ്. പക്ഷേ ഈ അക്രമവും അനീതിയും പച്ചയായി നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ വിഘടനവാദികളായി മാറി നിൽക്കണം. മുസ്ലിങ്ങൾ വിഘടനവാദികളല്ല ആകേണ്ടത്. മുസ്ലിങ്ങൾ സംഘടനാവാദികളാകണം. സമൂഹത്തെ സംഘടിപ്പിക്കുന്നവരായിരിക്കണം. ഈ അനീതിക്കെതിരെ ഇന്റലക്ച്വൽ ഫൈറ്റ് ചെയ്യുന്നവരാകണം. ഭൗതിക പ്രതിരോധം തീർക്കുന്നവരാകണം. അതിനുള്ള കരുത്ത്, അതിനുള്ള അവസ്ഥ ഈ സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് ഈ സൊസൈറ്റിയുടെ പ്രതിരോധം അത് പോസിറ്റീവായിരിക്കണം. സമൂഹത്തെ ഈ അനീതിയിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന് പോരാടുകയാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ട്യൂഷൻ എടുത്തു കൊടുക്കേണ്ട കാര്യമാണോ? രാജ്യസ്നേഹം എന്നത് മനുഷ്യന്മാരുടെ ത്വബഈയായ വികാരമാണ്. ത്വബഈയായ വികാരം.
എന്താ ത്വബഈയായ വികാരം? ത്വബഈ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ വികാരം. സ്വന്തം മാതാവിനെ ഉമ്മ എന്ന അർത്ഥത്തിൽ മനുഷ്യൻ സ്നേഹിക്കുന്നത്, മനുഷ്യൻ സ്വീകരിക്കുന്നത് അവന് ഏതെങ്കിലും ടീച്ചർ ക്ലാസ് എടുത്തു കൊടുത്തിട്ട് അവനെ പഠിപ്പിച്ചതല്ല. അങ്ങനെ മനുഷ്യന് കഴിയൂ. പ്രസവിച്ച് മുലയൂട്ടി പാലൂട്ടി അവനെ വളർത്തുന്ന പെണ്ണിനെ നോക്കിയിട്ട് ഉമ്മ എന്ന വികാരം ത്വബഈയായി രൂപപ്പെടും. അതിനാരും ക്ലാസ് എടുക്കണ്ട. ഒരു കുട്ടിനെ ഇത് ഉമ്മയാണ്, ഈ ഉമ്മയോട് തോന്നേണ്ട വികാരം ഇന്നതാണ് എന്നും ഒരു മനുഷ്യനും പറയണ്ട. ഒരു വിദ്യാഭ്യാസവും വേണ്ട. സ്വന്തം ഉമ്മയ, ആ പ്രസവിച്ച മാതാവ്, അവൾ പാലൂട്ടി വളർത്തിയാൽ ആ കുട്ടിക്കറിയാം, അവന്റെ ഹൃദയത്തിൽ അറിയാം ഉമ്മ എന്ന വികാരം ആ സ്ത്രീയോട് അവന് തോന്നിയിരിക്കും. അതെന്താ? ത്വബഈയാണ്. ത്വബഈയാണ് ആ വികാരം. അതുപോലത്തെ വികാരമാണ് ഏത്? മാതൃരാജ്യത്തോട്, ജനിച്ച രാജ്യത്തോട് ഒരു മനുഷ്യന് തോന്നുക. അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കാലഘട്ടത്തിലാണ്, വർത്തമാന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉപേക്ഷിച്ച് വേറെ രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ച് ആ രാജ്യത്തെ സിറ്റിസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയത് ഈ ഭരണകൂടത്തിന്റെ കാലത്താണ്. ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? ത്വബഈയായ അവരുടെ വികാരങ്ങൾ പോലും അവർ വേണ്ടെന്ന് വെച്ചു. മനസ്സിലാക്കണം, ത്വബഈയായ വികാരാണ്, പ്രകൃതിപരമായി മനുഷ്യനിൽ ഉണ്ടാകേണ്ട വികാരാണ്. ആ വികാരം പോലും ഈ സമൂഹം വേണ്ടെന്ന് വെച്ചു. കാരണം എന്താ? ഈ രാജ്യത്ത് നടമാടുന്ന ശക്തമായ മനുഷ്യത്വ വിരുദ്ധമായ അനീതി കണ്ടിട്ട് മനുഷ്യന്മാർക്ക് പൊറുതിമുട്ടിയിട്ട് അവർ വേറെ രാജ്യങ്ങളിലേക്ക് പോവാണ്. അവരുടെ കുഴപ്പമില്ല. അവരുടെ ഹൃദയങ്ങളിൽ ഈ ചിന്തകൾ ഉണ്ടാക്കിയ ഇത്രയും അനീതി നിറഞ്ഞ ഭരണ സംവിധാനങ്ങളാണ് അതിന്റെ പുറകിലുള്ളത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്ക് ഇതൊരു ത്വബഈയായ വികാരം മാത്രമല്ല. ആളുകൾ പഠിച്ചു വെച്ചോ, ആളുകൾ മനസ്സിലാക്കിക്കോ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇത് മതപരമായ വികാരം കൂടിയാണ്. രാജ്യത്തോട് സ്നേഹമുണ്ടാവുക, ദേശക്കൂറുണ്ടാവുക എന്നത് മുസ്ലിം സൊസൈറ്റിക്ക് ത്വബഈയായ പ്രകൃതിപരമായ മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന വികാരം മാത്രമല്ല, മതബോധം നൽകുന്ന വികാരവും വിചാരവും കൂടിയാണ് രാജ്യസ്നേഹം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന സന്ദർഭം, റസൂലുള്ള അനുഭവിച്ച പീഡനങ്ങൾ, റസൂലുള്ള ഒറ്റപ്പെടുത്തപ്പെട്ട അവസരങ്ങൾ, അത് മുഴുവൻ വേദനയോടെ റസൂലുള്ള അനുഭവിക്കുകയും അവസാനം കൊന്നുകളഞ്ഞേക്കും എന്നും ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് മക്ക എന്ന് പറയുന്ന സ്വന്തം മാതൃരാജ്യം ഉപേക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് വിട്ടു പോകുന്നത്. ആ സമയത്ത് മക്കയുടെ മണലാരണ്യങ്ങളിലൂടെ നടന്ന് മക്കയുടെ മണ്ണ് തീരുന്ന സമയത്ത് ആ മണ്ണ് വാരിയെടുത്തിട്ട് കരഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണ് നോക്കിയിട്ട്, മക്കയെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നകി ലി ഖൈറുൽ അർളില്ലാഹ്, അല്ലാഹുവാണ് സത്യം, നീയാണ് അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായത്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ് മക്ക. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്റെ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ മാറുമായിരുന്നില്ല, നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ല, നിന്നിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നില്ല. മക്കേ എന്ന് വിളിച്ച് കരഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ആ പോക്കുണ്ടല്ലോ ത്വബഈയായ വികാരമാണ്, ദീനിയായ വികാരമാണ്. മുസ്ലിം സമൂഹത്തിന് ത്വബഈയായ വികാരം പഠിക്കേണ്ടതില്ല, രൂപപ്പെട്ടു വരുന്നതാണ്. പക്ഷെ ദീനിയായ വികാരം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തിർമിദി രേഖപ്പെടുത്തി, മാ അത്യബകി മിൻ ബലദിൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു നാട് എന്ന നിലയ്ക്ക് നീ വിശുദ്ധ ഭൂമിയാണ്. ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് നീ. വലൗലാ അന്ന ഖൗമി, നിശ്ചയമായിട്ടും എന്റെ ജനത ഉഖ്റജൂനി, എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, മിൻകി,
നിന്നിൽ നിന്ന് മാ സകൻതു ഗൈറകി, നീയല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ താമസിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ട് മക്കയുടെ മണ്ണെടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ട് പറഞ്ഞു എന്ന് സ്വഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയാണ്. ത്വബഈയായ വികാരം താന രൂപപ്പെട്ടത്, ദീനിയായ വിചാരം വഹീയിലൂടെ രൂപപ്പെട്ടത്, രണ്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിടവാങ്ങലിൽ, മാതൃരാജ്യത്തു നിന്നുള്ള ആ വിടവാങ്ങലിൽ, നിർബന്ധിതമായ ആ വിടവാങ്ങലിൽ അതുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് രാജ്യസ്നേഹത്തെപ്പറ്റി മുസ്ലിം സൊസൈറ്റിക്ക് ക്ലാസ് എടുക്കാൻ ആളുകൾ സമയം ചെലവഴിക്കരുത്. രാജ്യസ്നേഹത്തെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുന്നവൻ ആരൊക്കെയാണ് മുസ്ലിം സൊസൈറ്റിക്ക് ക്ലാസ് എടുത്തിരുന്നവൻ? നിങ്ങൾക്കറിയോ, 1921 നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഇന്ന് മുസ്ലിം സൊസൈറ്റിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നവരുടെ പാസ്റ്റ് 1921 തൃശ്ശൂര് ഒരു വലിയ റാലി സംഘടിപ്പിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനോട് ലോയൽറ്റി പ്രഖ്യാപിച്ചുകൊണ്ട്, വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, പിന്നെ സമൂഹങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എതിരെ പോരാടുമ്പോൾ 1921 തൃശ്ശൂരിൽ ഒരു സഭയുടെ നേതൃത്വത്തിൽ റോയൽ ലോയൽറ്റി എന്ന് പറയുന്ന വിധേയത്വം പിന്നെ ജാഥ നടക്കുകയാണ്. ആരാ നടത്തിയത്? കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ. എന്നിട്ട് അവരിരുന്നിട്ട് മുസ്ലിങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക, ദേശസ്നേഹം പഠിപ്പിക്കുക. ബ്രിട്ടീഷുകാർക്ക് വിധേയത്വ ജാഥ നടത്തിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ജാഥ നടത്തിയിട്ട് ഇന്നും പാസ്റ്റ് പറയാൻ നാണക്കേടോർത്തിട്ട് ഈ രാജ്യത്ത് കഴിയുന്ന സഭകളാണ് മുസ്ലിം സൊസൈറ്റിക്ക് ദേശസ്നേഹത്തിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ ക്ലാസ് എടുക്കണ ആരാ? പിന്നെ ക്ലാസ് എടുക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നാവ് കൊണ്ട് പോളിഷ് ചെയ്തവരുടെ പിന്മുറക്കാര്. 6-7 തവണ ഈ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നവർ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ, ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഊർജത്തെ പിടിച്ചു നിർത്തണം. ബ്രിട്ടീഷ് വിരുദ്ധ പ്രകടനങ്ങൾക്ക് വേണ്ടി ഊർജം ഉപയോഗിക്കരുത്. നമ്മളുടെ ഊർജം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കടന്നു വരുന്ന രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ലേഖനമെഴുതിയവർ, പുസ്തകമെഴുതിയവർ. ഇനിയോ അവിടെയും തീർന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത ആളുകളും അവരോട് രാഷ്ട്രപിതാവിനെ കൊല്ലുന്നതിന്റെ തലേ ദിവസം അവരോടൊപ്പം ശൂര കൂടിയവരും അവരാണ് മുസ്ലിങ്ങൾക്ക് രാജ്യസ്നേഹത്തിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്, രാജ്യസ്നേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ആളുകളാണ്. മുസ്ലിങ്ങൾക്ക് മതം തന്നെ പഠിപ്പിക്കും. മുസ്ലിങ്ങൾക്ക് ത്വബഈ മാത്രമല്ല, മതം തന്നെ പഠിപ്പിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ ബഹുമത ജീവിതം പഠിപ്പിച്ചെങ്ങനെയാണെന്നറിയോ? ആളുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല മുസ്ലിമിനെ പരിചയപ്പെടുത്തിയത് പിന്നെ നമുക്ക് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു الناس വയസ്ബിറു അലാ അദാഹും ഖൈറും മിനല്ലദീ ലാ യുഖാലിതു الناس വലാ യസ്ബിറു അലാ അദാഹും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, മുസ്ലിങ്ങൾ ഏത് ബഹുമത സമൂഹത്തിലും ഏത് വിഭാഗത്തോടൊപ്പവും മുസ്ലിങ്ങൾക്ക് ചേർന്ന് ജീവിക്കാൻ കഴിയും. കാരണം എന്താ? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാണ്, അൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന് വെച്ചാൽ അല്ലദീ, യാതൊരുവനാണ്, യുഖാലിതുൻ നാസ വയസ്ബിറു അലാ അദാഹും, ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളുടെ ഉപദ്രവങ്ങൾ സഹിച്ച് അതിൽ ക്ഷമിച്ച് സാമൂഹിക ജീവിതം നയിക്കുന്ന മുസ്ലിമാണ് ഖൈറും മിനല്ലദീ ലാ യുഖാലിതുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ, സ്വബറില്ലാതെ ഇരിക്കുന്ന മുഅ്മിനിനേക്കാൾ ശ്രേഷ്ഠനാരാണ്? ജനങ്ങളുടെ ഉപദ്രവങ്ങൾ സഹിച്ചിട്ടും ആ സൊസൈറ്റിയിൽ സാമൂഹിക ജീവിതം
ക്ഷമയോടെ നയിക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉണ്ടോ ഇതുപോലൊരു പാഠം ബൈബിളിൽ? ഉണ്ടോ ഇതുപോലൊരു പാഠം വേദഗ്രന്ഥങ്ങളിൽ, ഉപനിഷത്തുകളിലുണ്ടോ? സാമൂഹിക ജീവിതം എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുക. സാമൂഹിക ജീവിതം ഉപദ്രവമുണ്ടാകും. ഏത് സമയത്താണ് റസൂലുള്ളാഹി പറയുന്നത്? മക്കയിൽ നേരിട്ട അതിശക്തമായ പീഡന നാളുകൾ അനുഭവിച്ച സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. സാമൂഹിക ജീവിതം എങ്ങനെ ആയിരിക്കണം? ജനങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും, ജനങ്ങളിൽ പല ഫിത്ന. ജനങ്ങൾ നിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കും, ജനങ്ങൾ നിങ്ങളെ ഭീകരവാദി എന്ന് വിളിക്കും, ജനങ്ങൾ നിങ്ങളെ അപരിഷ്കൃതം എന്ന് വിളിക്കും, 6-ാം നൂറ്റാണ്ടിലെ കാടൻ മതത്തിന്റെ ആളുകൾ എന്ന് വിളിക്കും, ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കും, ജനങ്ങൾ ബഹിഷ്കരിക്കും. അവർ നിങ്ങളുടെ പൗരാവകാശങ്ങളിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അതില്ലാതാക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ ആവിഷ്കരിക്കും. പാർലമെന്റുകളിൽ ആ നിയമം കൊണ്ടുവരും, നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ പീഡിപ്പിക്കും. ആ സമയത്ത് സബർ നിങ്ങൾ സ്വീകരിക്കുക, സബർ സ്വീകരിക്കുക, സബർ സ്വീകരിക്കുക, ക്ഷമ സ്വീകരിക്കുക. അവിവേകത്തിന്റെ, അക്രമത്തിന്റെ, എടുത്തുചാട്ടത്തിന്റെ, വൈകാരികതയുടെ ഒരു വഴിക്ക് നിങ്ങൾ നീങ്ങരുത്. നിങ്ങൾ ഉറച്ചു നിന്നോളണം. സബറിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നോളണം. അപ്പൊ അല്ലാഹ് കൊണ്ടുവരും, നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊണ്ടുവരും. നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിങ്ങൾ സബറുണ്ടോ, ആളുകളെ വേറെ അല്ലാഹ് കൊണ്ടുവരും. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. മതം പറഞ്ഞ രീതിയിൽ ഈ പീഡനങ്ങളോട് പ്രതികരിക്കണം. അല്ലാതെ ഇവിടെ തീവ്രവാദ സംഘടനകളും ഭീകരവാദ സംഘടനകളും ഉണ്ടാക്കിയാൽ അത് ആരുടെ പ്ലാനിൽ വീഴലാണ്? അത് ഈ പറഞ്ഞ ശത്രുക്കൾ അവരുടെ സമൂഹത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അടർത്തി മാറ്റുന്ന പദ്ധതിയിൽ അവർ ചാടിക്കലാണ്, അതിൽ പോയി വീഴലാണ്. നേരെ മറിച്ച് നമ്മൾ സബർ നോക്കൂ. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് സബറോടെ നിൽക്കാന്ന് പറഞ്ഞ അടി മുഴുവൻ വാങ്ങണമെന്നല്ല. അടിയെ തടുക്കേണ്ടത് പൊതുസമൂഹം അംഗീകരിക്കുന്ന മാർഗങ്ങളിലൂടാകണം. നമ്മളങ്ങനെ നിന്നല്ലോ അല്ലേ? 2014 മുതൽ അങ്ങനെ സബർ നമ്മൾ പാലിച്ചു തുടങ്ങിയല്ലോ. പാലിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഈ പറയുന്ന ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പുതിയ ജനറേഷനുകൾ ഉയർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. അവരെ ചോദ്യം ചെയ്യാണ്, അവരുടെ മന്ത്രിമാരെ രാജിവെപ്പിക്കുകയാണ്. രാജ്യത്തുടനീളം ഈ ആളുകളെ അല്ലാഹു കൊണ്ടുവരികയാണ്. ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിറജുലിൻ ഫാജിർ. റസൂലുള്ളാഹി പറഞ്ഞതാ, തെറ്റൂല. നിശ്ചയമായിട്ടും അല്ലാഹു ഒരു ഫാജിറായ, ഒരു ദീനില്ലാത്ത, ദീനി ജീവിതമില്ലാത്ത, ഫാജിറായ, ഇസ്ലാമിന്റെ ഹലാൽ ഹറാമുകളില്ലാത്ത ഒരു ഫാജിറായ ആളെ കൊണ്ടും ഈ മതത്തെ സഹായിക്കും. വരികയാണ്. ഈമാനില്ലാത്തവരാണ്, ദീനില്ലാത്തവരാണ്. പക്ഷേ അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ മനുഷ്യത്വം ഇട്ടുകൊടുത്തിരിക്കുന്നു. അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ അനീതിയെ ചോദ്യം ചെയ്യാനുള്ള വ്യഗ്രത അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തിരിക്കുന്നു. നിശബ്ദരാകുകയാണ്. പാർലമെന്റിലേക്ക് പോലും കടന്നു വരാൻ കഴിയാതെ നിശബ്ദനായി മാറിയിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്? ശബ്ദിക്കാൻ ആളുണ്ടായിരുന്നോ? ചോദിക്കാൻ ആളുണ്ടായിരുന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സൊസൈറ്റിയുടെ സബർ ഉണ്ടായി, ശരിക്കും സബർ ഉണ്ടായി. ചില തീവ്രവാദികൾ വിചാരിച്ചു ഇത് പേടിയാണ് എന്ന്. പേടിയല്ല, ഇത് ദീൻ പഠിപ്പിച്ചതാണ്. സബർ സ്വീകരിക്കണം. ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ സബർ സ്വീകരിക്കണം. ആ സബർ നിങ്ങൾ സ്വീകരിച്ചാൽ അതിന്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാമൂഹിക ജീവിതത്തിൽ മുസ്ലിങ്ങളോട് ശത്രുത കാണിച്ച ആളുകളോട് പോലും സാമൂഹിക ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. അത് നമ്മളെ പാഠം, വിശ്വാസിന്റെ പാഠത. റസൂലുള്ളാഹിയുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ അലാ മജ്ലിസിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിന്റെ, ഒരു സദസ്സിന്റെ അരികിലൂടെ നടന്നു പോവുക. റസൂലുള്ളാഹി ഒരു സദസ്സിന്റെ അരികിലൂടെ നടന്നു പോവുക. ഫീഹി, അതിലുണ്ട് അഖ്ലാത്തു, കൂടിക്കലർന്നിട്ടുണ്ട്. ആരൊക്കെ? മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട്. വൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ കൂടിക്കലർന്നിട്ടുണ്ട്. വൽ യഹൂദ്, യഹൂദന്മാരും കൂടിക്കലർന്നിട്ടുണ്ട്. ആ സദസ്സിൽ എങ്ങനെ ഇരുന്നിരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. കൂടിയിരുന്ന് വർത്താനം പറയാം, കുശലം പറയാം, സാമൂഹിക ജീവിതം നയിക്കുകയാണ്.
അതിലാരൊക്കെ ഉണ്ട്? മുസ്ലിങ്ങളുണ്ട്, അതിൽ പിന്നെ മുശ്രിക്കുകളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആരുണ്ട്? യഹൂദന്മാരുണ്ട്. ഇങ്ങനെ കൂടിക്കലർന്നിക്കുക. ഫസല്ലമ അലൈഹിമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സിനെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് എല്ലാവർക്കും വേണ്ടി റസൂലുള്ളാഹി സലാം ചൊല്ലി. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. അപ്പൊ ചില ആൾക്കാർ രണ്ട് വിധമുണ്ട്. മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുമായി ചേർന്ന് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ ട്യൂഷൻ എടുത്തടക്കുന്ന ചില ഓൺലൈൻ ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ട്. അവരിത് പഠിച്ചോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയായിരിക്കുന്ന കാലത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓർഡർ കൊടുത്താൽ ആ രാജ്യത്തെ മുഴുവൻ അമുസ്ലിമീങ്ങളെയും ആ രാജ്യത്ത് നിന്ന് NRCയും പലതും ഉപയോഗിച്ച് പുറത്താക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. കാരണം ഈ കാലത്തെ NRCക്ക് പുറകെ നടക്കുന്ന ഈ കാലത്തെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളുടെ വ്യാമോഹം മനസ്സിൽ സൂക്ഷിച്ച ആളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ട, മുസ്ലിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് മുശ്രിക്കുകളും യഹൂദന്റെ ഒപ്പം ഇരിക്കുന്നത്? യഹൂദൻ ആരാണ്? മദീനക്കെതിരെ യുദ്ധം ചെയ്യാൻ ആ ശത്രുക്കൾക്ക് പിന്നെ വാതിൽ തുറന്നു കൊടുത്തവനാണ്. മുശ്രിക്കുകൾ ആരാണ്? നിങ്ങളെ പിന്നെ മക്കത്ത് നിന്ന് ആട്ടിപ്പായിച്ചവരാണ്. എന്തിനാണ് അവിടെ കൂടെ ഇരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ആ സദസ്സിന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയിട്ട് പോയിട്ട് എന്തിനാണ് ആ സലാം ചൊല്ലിയത്? റസൂലുള്ളാഹിക്ക് മിണ്ടാതെ പോവായിരുന്നല്ലോ. മിണ്ടാതെ പോയാൽ മുസ്ലിങ്ങൾക്ക് തോന്നും ആ ഇരിപ്പ് റസൂലുള്ളാഹിക്ക് ഇഷ്ടായിട്ടില്ല. മിണ്ടാതെ നബി പോയിട്ടുണ്ടെങ്കിൽ ആ സദസ്സ് അവിടെ ഇരുന്നോട്ടെ, നബി അതിൻ്റെ അടുത്തൂടെ തല താഴ്ച അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇരിപ്പ് റസൂലുള്ളാഹിക്ക് ദഹിച്ചിട്ടില്ല, പിന്നെ മുസ്ലിങ്ങൾ ഇരിക്കൂല. അതുകൊണ്ട് മുസ്ലിങ്ങളെ ആ സദസ്സിന്റെ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുവിനോട് ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് ഭരണഘടന വേണമായിരിക്കും, നിങ്ങൾക്ക് സെക്യുലറിസം വേണമായിരിക്കും. മുസ്ലിമിനെ സംബന്ധിച്ച് അതിന്റെ മുൻപ് തന്നെ ദീനുണ്ട്. ചേർന്നിരിക്കാൻ പഠിപ്പിച്ച ദീനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടി വന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, 2599 ഹദീസ് ഇമാം മുസ്ലിം. ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഈ ഹദീസ്. ഏത് സംശയമുള്ളവനും കിട്ടും. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സഹാബത്ത് ഓടി വരാ. എന്തിനാ ഓടി വന്നതെന്നറിയോ? പീഡനം സഹിക്കാൻ പറ്റാതെ മക്കത്ത് പീഡനം സഹിക്കാൻ പറ്റാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് യാ റസൂലുള്ളാഹ് ഉദു അലൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകൾക്കെതിരെ റസൂലെ ഒന്ന് പ്രാർത്ഥിക്കണം, കാരണം അവരുടെ ഉപദ്രവം താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറമായി. ഖാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ അറിയോ? ഇന്നി ലം ഉബ്അസ് ലആനൻ, ഞാൻ അയക്കപ്പെട്ടത് ശപിക്കുന്നവനായിക്കൊണ്ടല്ല. വ ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ അയക്കപ്പെട്ടത് കാരുണ്യവുമായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. മുസ്ലിം സൊസൈറ്റിനെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് നിന്ന് പഠിപ്പിച്ചു. അതാണ് മദീനത്ത് സദസ്സിൽ കൂടിയിരുന്നത്. ആ കൂടിയിരുന്നവരിൽ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ച സൊസൈറ്റി വരെയുണ്ട്. എന്നിട്ട് മാറ്റി നിർത്തിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയില്ല. പിന്നെ റസൂൽ എന്തിനാ യുദ്ധം ചെയ്തത്? ആളുകൾ ചോദിക്കുക, റസൂൽ എന്തിനാ യുദ്ധം ചെയ്തത്? ഖുർആൻ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ? വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി പടച്ചവന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്തേക്ക്. അത്രേ ഉള്ളൂ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി, നിങ്ങളോട് പിന്നെ നിങ്ങൾക്ക് ഭീഷണിയാകുന്ന, നിങ്ങളുടെ ജീവനും രാഷ്ട്രത്തിനും ഭീഷണിയാകുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്തേക്ക്. അതല്ലാതെ കണ്ടവനെ വെട്ടിക്കൊല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മുഴുവൻ മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്, അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. വേണ്ട, വേറൊന്നും വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ, ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പച്ചക്ക് റസൂലുള്ള പറഞ്ഞതിനാണ്. അന്നാസു കുല്ലുഹും ബനു ആദം, അന്നാസു കുല്ലുഹും ബനു ആദം, ആദമിന്റെ മക്കളെല്ലാം, മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്. മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്. വ ആദമു ഖുലിക മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. റസൂലുള്ളാഹിന്റെ സന്ദേശം. ആദമിന്റെ മക്കൾ, മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്, ഒരു പിതാവിന്റെ മക്കളാണ്. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഏത് മതമാണ് ഇന്ന് ഭൂമിയിൽ അവശേഷിച്ചിട്ടുള്ളത്? ജാതീയത ഒളിപ്പിച്ചു വെക്കാത്ത ഏത് മതമാണ് ഇന്ന് മണ്ണിൽ അവശേഷിച്ചത്? ഇസ്ലാമല്ലാതെ. മനുഷ്യന്മാർക്കിടയിൽ ജാതീയതയില്ലാത്ത, ആ സങ്കല്പില്ലാത്ത ഏക മതം ഇസ്ലാമാ. ഈ രാജ്യത്തെ ദളിതനും
ഈ രാജ്യത്തെ ശൂദ്രനും ഈ രാജ്യത്തെ മുസ്ലിമും ഈ രാജ്യത്തെ പിന്നെ ക്രൈസ്തവനും ഈ രാജ്യത്തെ ബ്രാഹ്മണനും ഈ രാജ്യത്തെ വൈശ്യനും ഈ രാജ്യത്തെ ക്ഷത്രിയനും എല്ലാവരുടെയും പിതാവ് ഒന്നാണ്, പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്, ഏകോദര സഹോദരന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ, നിങ്ങളെ നാം പടച്ചത് ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. നിങ്ങളെ ഗോത്രങ്ങൾ കക്ഷികൾ വകുപ്പുകളാക്കി മാറ്റിയത് എന്തിനാ? പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തൊരു ക്വാളിറ്റിയും ജന്മത്തിന്റെ പേര് നിങ്ങൾക്കില്ലാന്ന് ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഏത് മതത്തിനാണ് ഇത് പറയാൻ സാധിക്കുക? ഈ രാജ്യത്ത് വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജന്മത്തിന്റെയും പേരിൽ ജാതി തിരിച്ച് ആളുകളോട് ഉച്ചനീചത്വം പഠിപ്പിക്കുന്ന, അത് പിന്നെ മതപരമായ ഒരു കർമ്മമായി കൊണ്ട് നടക്കുന്നവരാ. ഈ രാജ്യത്തിന്റെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് സാമൂഹിക ജീവിതം പഠിക്കണം, ബഹുസമൂഹത്തിനോട് ചേർന്ന് നിൽക്കാൻ പഠിക്കണം, രാജ്യസ്നേഹം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കുക, ഇതെല്ലാം ലോകത്തിന് കാണിച്ചു കൊടുത്തവർ നമ്മളാണ്. ഇതെല്ലാം ലോകത്തിന് ഒരു മതബോധമായി സ്വീകരിക്കാൻ പഠിപ്പിച്ചത് നമ്മളാണ്. അല്ലാതെ വേറൊരു മതവും പഠിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ മതങ്ങൾ എന്താ? പിന്നെ ഉന്നത ജാതി, താഴ്ന്ന ജാതി, നെഞ്ചിൽ നിന്ന് ജനിച്ചവൻ, തൊടയിൽ നിന്ന് ജനിച്ചവൻ, കാൽപാദത്തിൽ നിന്ന് ജനിച്ചവൻ എന്നും നീച ജാതിയായി സ്വീകരിക്കേണ്ടവൻ എന്നൊക്കെ വലിയ വർണ്ണാശ്രമ വ്യവസ്ഥകൾ പഠിപ്പിക്കുന്ന വലിയ മതങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. അല്ലാതെ ഒറ്റ തന്തക്കും ഒറ്റ തള്ളക്കും പിറന്നവരാണ് ഈ രാജ്യത്തെ ദളിതനും ബ്രാഹ്മണനും ഈ രാജ്യത്തെ മുസ്ലിമും ഹിന്ദുവും എന്ന് പറയാനുള്ള സാമൂഹിക വിശാലത, മാനവിക ബോധം, നീതിഭദ്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു മതവും വേറെയില്ല. ഇത് മുസ്ലിങ്ങൾക്ക് വഹയ്യാണ്, മുസ്ലിങ്ങൾക്ക് ഈമാനാണ്. വിശ്വസിച്ചെ പറ്റി. ഞാൻ ഇവിടെ നിന്ന് വിശ്വസിക്കാണ് അല്ല, മനുഷ്യന്മാരിൽ ദളിതന്മാര് താഴ്ന്നവരാണ്, അവരിങ്ങനെ ആദമിന്റെ മക്കളല്ല എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ കാഫറാണ്, ഈ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ ഈ മതത്തിൽ നിന്ന് ഞാൻ പുറത്താണ്. ഈ രാജ്യത്ത് നായാടിയും ഈ രാജ്യത്തെ താഴ്ന്നവനും ഈ രാജ്യത്തെ പിന്നെ അധശ്രിത വിഭാഗമൊക്കെ അവനൊക്കെ ജനിച്ചത് വേറെ ഒരു തന്തക്കാണ്, ഞങ്ങൾ ഉന്നത ജാതി വേറെ തന്തക്കാണ് ജനിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ, അഥവാ എൻ്റെ പ്രപിതാവും ഈ രാജ്യത്തെ ഈ പറയുന്ന അധശ്രിത വിഭാഗമെന്ന് നമ്മൾ വകതിരിച്ചവരുണ്ടല്ലോ, അവരുടെ പിതാവും ഒന്നല്ല, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാഫിറാണ്. ഇങ്ങനെ പറഞ്ഞ മതമുണ്ട് ഇന്ത്യയിൽ? ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞ മതമുണ്ടോ എന്ന് ആദ്യം ഒന്ന് എണ്ണി നോക്കിക്കോ. ഇങ്ങനെ പറഞ്ഞ മതത്തും വേദഗ്രന്ഥം ഉണ്ടോ നോക്കിക്കോ. എന്നിട്ട് മതി മുസ്ലിങ്ങൾക്ക് സാമൂഹിക ജീവിതവും മുസ്ലിങ്ങൾക്ക് പിന്നെ രാജ്യസ്നേഹവും മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ സാമൂഹിക ഭദ്രതയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് അതിന് ശേഷമായിരിക്കണം. ഏതായാലും വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ഇത് പരീക്ഷണാണ്. നമ്മുടെ ലെഗസി, നമ്മുടെ പൈതൃകം, അതിനെ തകർക്കാൻ, ചോദ്യം ചെയ്യാൻ പുതിയ തലമുറക്ക് മുമ്പിൽ പ്രശ്നക്കാരായ ഒരു വിഭാഗമെന്ന് നമ്മളെ അടയാളപ്പെടുത്താൻ നമ്മളെ പ്രകോപിപ്പിക്കുകയാണ്. ആ പ്രകോപനത്തിന് ചാടി വീണ് ഇരയാകാതെ ഈ പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോരാടിയവരാണ്. ആ പോരാട്ടം അറിയുന്ന തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മൾ. ആ പോരാട്ടത്തിലേക്ക് നമ്മൾ വരിക. ആ പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ച് ബഹുസ്വരത സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ പോരാടുക. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതും ആ പോരാട്ടമാണ്. ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പടച്ച തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു അവരെ വെറുക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫസാദ് ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തമ്മനം ജംഗ്ഷനിൽ വെച്ചുകൊണ്ട്
പ്രവാചക സ്നേഹം പ്രമാണമാണ് പ്രധാനം എന്ന വിഷയത്തിലുള്ള ആദർശ മുഖാമുഖം ISM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് തൊട്ടടുത്ത ദിവസം ആഘോഷിക്കപ്പെടാൻ പോകുന്നൊരു സെലിബ്രേഷനാണ്. മതപരമായി അതിൻ്റെ സ്ഥാനമെന്ത്, ഒരു മുസ്ലിം അതിനോട് സ്വീകരിക്കേണ്ട സമീപനമെന്ത് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പരിപാടിയിൽ അഹമ്മദ് അനസ് മൗലവി, സുബൈർ പീഡിയേക്കൽ, അബ്ദുൽ വഹാബ് സലാഹി തുടങ്ങിയ പണ്ഡിതന്മാർ സംബന്ധിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം വീക്ഷിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മതപരമായ സംശയങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും മനസ്സിലാക്കുകയും വസ്തുതകൾ പഠിക്കാൻ ഉപകാരപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനും ആ ദീൻ പരിശീലിക്കാനും ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ദീനിയായ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴകൾ, തെറ്റുകൾ, ന്യൂനതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.